ഒരുപാട് ഐഡിയ ഉള്ള ആളുകളെ നമുക്ക് കാണാറുണ്ട്. ഈ കുറേ ഐഡിയകൾ ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ആ ഐഡിയ കൊണ്ടൊരു കാര്യമുള്ളൂ. സാധാരണ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നിരവധി ഐഡിയാസ് ആയിട്ട് ആളുകൾ വരും. ആളുകൾ എനിക്ക് അങ്ങനെ ഐഡിയ ഉണ്ട്, ഇങ്ങനെ ഐഡിയ ഉണ്ട്, ഇന്ന പ്രൊഡക്റ്റിൻ്റെ ഐഡിയ ഉണ്ട് എന്നൊക്കെ പറയും. സത്യത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുക. നമുക്ക് എത്ര ഐഡിയ ആണ് നമ്മുടെ മനസ്സിലുള്ളത് പോയിട്ടുള്ളത്. ആ ഐഡിയാസൊക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളായിരിക്കുമോ? ഒരിക്കലുമല്ല. അപ്പോൾ എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഐഡിയാസ് ഇഷ്ടംപോലെ അവൈലബിളാണ്. ഐഡിയാസ് നമ്മളെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ, അതിനെ സക്സസ് ആക്കണമെങ്കിൽ ആ ഐഡിയയെ ഒരു മൂവ്മെൻറ്റിലേക്ക് നയിച്ച് റിസൾട്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ ഐഡിയയെ ഒരു മൂവ്മെൻറ്റിലേക്ക് നയിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകേണ്ടതുണ്ട്. ആ സ്റ്റെപ്പുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നിരവധി തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പോകുന്നത് തടസ്സങ്ങളുടെ പിന്നാലെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞ ഐഡിയ എന്തായി? അതിന് നിരവധി തടസ്സങ്ങളാണ്. അത് ശരിയാക്കണം, ഇത് ശരിയാക്കണം. ഇങ്ങനെ പറയുന്ന ആളുകളുടെ ഒരു ഐഡിയകളും പ്രാവർത്തികമാവാറില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായാൽ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തും. അതുകൊണ്ട് എന്താണ് അതിൻ്റെ റിസൾട്ട്? ആ റിസൾട്ട് ബേസ് ചെയ്ത് ആ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കെന്താണ് നേട്ടം എന്നുള്ളതും മനസ്സിലാക്കും. ഒരു ബിസിനസ് ഐഡിയ ആണെങ്കിൽ അതിൽ നിങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ്. ഒരു സോഷ്യൽ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ ആണെങ്കിൽ ആ സോഷ്യൽ പ്രൊജക്റ്റിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഇത്ര രൂപ ചിലവാക്കിക്കൊണ്ട് നമ്മൾ ആ പ്രൊജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമൂഹത്തിന് എത്രമാത്രം അതിൻ്റെ ഗുണഫലം ലഭിക്കും? പല പ്രൊജക്റ്റുകളും നമുക്ക് കാണാറുണ്ട്. അവർ എടുക്കുന്ന എഫേർട്ടിൻ്റെ അത്രയോ, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൻ്റെ അത്രയോ ഒരു റിസൾട്ട് അതിന് ലഭിക്കുന്നില്ല എന്നുള്ളത്. അതിന് രണ്ട് കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, കൃത്യമായ ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല. രണ്ടാമത്, ആ ഐഡിയ തന്നെ ഒരു പ്രോഫിറ്റബിളോ അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഓറിയൻറ്റഡോ അല്ല. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ക്ലിയർ ചെയ്തു പോകുമ്പോഴാണ് നമ്മൾ ഒരു ഐഡിയയെ ഒരു മൂവ്മെൻ്റാക്കി മാറ്റുവാനും അതിനെ റിസൾട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിയുക. ഐഡിയയെ നമ്മളൊരു മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? നമ്മൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മേഖല ഏതാണ്? അതിന് ആവശ്യമായ കാര്യങ്ങൾ ഇതിലുണ്ടോ? എപ്പോഴും ഏതെങ്കിലും ഒരു വേദനയെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പെയിൻ പോയിന്റിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ്, അതല്ലെങ്കിൽ ആ പെയിൻ പോയിന്റിനെ മറികടക്കുവാനുള്ള ഒരു ഐഡിയ ആണ് നമുക്കുള്ളതെങ്കിൽ അതിനെയാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുക. മാത്രമല്ല അതിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ അത്രമാത്രം അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറും. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. ആ ഇംപ്ലിമെൻറ്റേഷനിൽ കൃത്യമായ സ്റ്റെപ്പുകൾ ആദ്യം നമുക്ക് കാണാൻ കഴിയണം. ആ ഇംപ്ലിമെൻറ്റേഷൻ വളരെ കൃത്യമായിട്ടില്ല എങ്കിൽ അത് റിസൾട്ടിനെ ഡയറക്റ്റ്ലി ബാധിക്കും. സാധാരണ എന്താണ് സംഭവിക്കുന്നത്? ഐഡിയ കൊണ്ടുവരുന്ന ഒരാളുണ്ടാവും. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആൾക്ക് ഈ ഐഡിയയെക്കുറിച്ച് കൃത്യമായ ഒരു നോളേജ് ഇല്ല എങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ഐഡിയയിൽ നിന്ന് തുടങ്ങുകയും വേറെ ഐഡിയയിൽ പോയി അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഐഡിയ ഉണ്ടാക്കിയ ആളുടെ കൃത്യമായിട്ടുള്ള ആ നോളേജ് ഇംപ്ലിമെൻറ്റേഷനുള്ള ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കാൻ പറ്റണം. ആ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുവാനുള്ള പദ്ധതികൾ വേണം. അങ്ങനെയാണ് അതിനെ റിസൾട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക. നിങ്ങളിലേക്ക് എന്ത് ഐഡിയ വന്നാലും നിങ്ങൾ അതിനെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഇത് എനിക്ക് ഉപകാരപ്പെടുന്നതാണോ? ഇത് ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾക്ക് ഉപകാരം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ നേട്ടം മാത്രമല്ല, എന്താണോ ആ ഐഡിയയിൽ നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ എന്താണോ ആ പ്രൊജക്റ്റിൽ നിങ്ങൾ കാണുന്നത്, ആ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? ആ റിസൾട്ട് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടോ? ഹാപ്പിനെസ് നൽകുന്നുണ്ടോ? നിങ്ങളുടെ എനർജിയെ കൂട്ടാൻ സഹായിക്കുന്നുണ്ടോ എന്നതാണ്. അതില്ല എങ്കിൽ നിങ്ങൾ അത്തരം ഐഡിയകളുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്കിത് സഹായകരമാണ്, നിങ്ങൾക്കിത് പ്രോഫിറ്റബിൾ ആണ്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ് എങ്കിൽ എത്ര പെയിൻ എടുത്തും നിങ്ങൾക്ക് ആ ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകാം. ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനുകൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും, ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി മാറ്റേണ്ടി വരും. പക്ഷേ നിങ്ങൾ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് പോയാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അടിയുറച്ച് മുന്നോട്ട് പോകാം. അതിനാവശ്യമായ സാഹചര്യം ഒരുങ്ങി വരും. അതോടൊപ്പം തന്നെ നല്ല ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്കതിനെ നയിക്കാൻ കഴിയും.